Welcome to Plus 1 Mathematics classes, Chapter 5, Complex Numbers. Exercise 5.1-ലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇനി ചെയ്യാനുള്ളത്. Express the complex number I raised to minus 39 in the form a plus ib. നമ്മൾ വേറൊരു മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു I raised to 9 plus I raised to 19 എന്നുള്ളത്. അപ്പോൾ ഐയെ പറ്റി നമുക്ക് അറിയാവുന്ന കാര്യം I square is equal to minus 1 എന്നുള്ളതാണ്. അപ്പോൾ ഐ സ്ക്വയർ ഇസ് ഈക്വൽ ടു, അപ്പോൾ ഐ സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്യണം ഈ ഐ റേസ് ടു മൈനസ് 39. ഐ റേസ് ടു മൈനസ് 39 നമ്മൾ ഐ സ്ക്വയറിലേക്ക് മാറ്റണം. അപ്പോൾ ഐ സ്ക്വയറിലേക്ക് മാറ്റുമ്പോൾ ഇവിടെ റേസ് ടു എന്ത് വരാം, അതായത് മൈനസ് 39നെ നമുക്ക് 2 വെച്ച് എന്ത് ചെയ്യാം, 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ. എന്ത് മൾട്ടിപ്ലൈ ചെയ്യാം, 2 വെച്ചിട്ട് മൈനസ് ഉള്ളത് കൊണ്ടൊരു മൈനസ് കൊടുത്തു, 19 എന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. 19 into 2 എത്രയാണ്, മൈനസ് 38 ആണ്. അപ്പൊ 38ന്റെ കൂടെ ഒരു മൈനസ് 1 ചേർത്താലേ നമുക്ക് ഈ ഒരു മൈനസ് 39 കിട്ടുള്ളൂ. അപ്പം ഇത് ഓക്കെ. ഇനി എന്താ ചെയ്യാ, ഒരു മൈനസ് 1 കൂടി. അപ്പൊ മൈനസ് 19 into 2 മൈനസ് 1 is മൈനസ് 39. അപ്പൊ ഈ ഒരു കാർഡിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്യുക. ഈ ഐ സ്ക്വയർ റേസ് ടു മൈനസ് 19 അല്ലെ. പിന്നെ ഒരു മൈനസ് 1 ഉണ്ട്. ആ മൈനസ് 1നെ നമ്മൾ ഇൻറ്റു ഐ റേസ് ടു മൈനസ് 1 എന്ന് എഴുതി. അപ്പൊ പവറുകൾ തമ്മിൽ ആ ഐ റേസ് ടു വെച്ച് സെയിം വേരിയബിൾസിന്റെ പവർ ഉള്ള സംഭവങ്ങൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ പവറിനെ എന്ത് ചെയ്യണം, പവറിനെ ആഡ് ചെയ്യുക ചെയ്യുന്നത്. അപ്പൊ നമ്മളിവിടെ മൈനസ് 1 ആഡ് ചെയ്യേണ്ടതുള്ളത് കൊണ്ട് ഐ റേസ് ടു മൈനസ് 1 മാറ്റി എഴുതി മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ. അപ്പൊ ഇതുപോലെ എന്ത് നമ്പർ കിട്ടിയാലും ആ 2 വെച്ചിട്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. അപ്പൊ ഐ സ്ക്വയറിന്റെ വാല്യൂ നമുക്കറിയാം മൈനസ് 1 ആണ്. മൈനസ് 1 റേസ് ടു മൈനസ് 19. ഐ റേസ് ടു മൈനസ് 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1/i ആണ് അല്ലെ. അപ്പൊ ഇതും 1 മൈനസ് 1 റേസ് ടു 19 ആണ്. റേസ് ടു മൈനസ് എന്നൊക്കെ പറഞ്ഞാൽ റെസിപ്രോക്കൽ ആയിട്ടൊക്കെ പോരും അല്ലെ. 1 മൈനസ് 1 റേസ് ടു 19 ഇൻറ്റു 1/i. ഇതിന്റെ വാല്യൂ എത്രയാണ്, നെഗറ്റീവ് നമ്പേഴ്സിന്റെ ഓഡ് പവേഴ്സ് എല്ലാം നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് നമ്പേഴ്സിന്റെ ഈവൻ പവേഴ്സ് എല്ലാം പോസിറ്റീവ് ആയിരിക്കും. തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ നോക്കിയതാണ്. 1 മൈനസ് 1 അല്ലെ. 1ന്റെ എത്ര റേസ് ടു പവർ എടുത്താലും 1 ആണ് ആൻസർ. പക്ഷെ മൈനസ് കിടക്കുന്നുണ്ട്. ഓഡ് നമ്പർ ആണെങ്കിൽ, ഒറ്റ സംഖ്യ ആണെങ്കിൽ മൈനസ് വരും, അങ്ങനല്ലേ. മൈനസ് 1 ഇൻറ്റു മൈനസ് 1 ഇൻറ്റു മൈനസ് 1. ഇത് 3 എണ്ണം ആണെങ്കിൽ നമുക്ക് മൈനസ് 1 തന്നെയാണ് കിട്ടുന്നത്. 2 എണ്ണം ആണെങ്കിൽ പ്ലസ് 1 ആണ് വന്നത്. ഇതിന്റെ കൂടെ ഈ മൈനസിന്റെ കൂടെ, അതായത് 3 എണ്ണത്തിന് പകരം 4 എണ്ണം ആയിരുന്നെങ്കിലും ഇത് എന്തായിരുന്നേനെ, പ്ലസ് ആയിരുന്നേനെ. അപ്പം ഓഡ് പവേഴ്സ് ഓഫ് നെഗറ്റീവ് നമ്പേഴ്സ് വന്നാൽ അവിടെ മൈനസ് വരും. ഈവൻ നമ്പേഴ്സ് ഓഫ് നെഗറ്റീവ് നമ്പേഴ്സ് വന്നാൽ അവിടെ പ്ലസ് വരും. അപ്പൊ 1 മൈനസ് 1 എന്ന് എഴുതാം. അതുപോലെ ഇവിടെ 1/i ഉണ്ട്. ദാറ്റ് ഈസ് മൈനസ് 1/i എന്നാണ് നമുക്ക് കിട്ടിയത്. നമുക്ക് ഇങ്ങനെ ഇടാൻ പറ്റില്ല, കാര്യം താഴെ i വരണ്ട. താഴെ i ഇല്ലാതെ വേണം എഴുതാൻ. ദാറ്റ് ഈസ് 1/i. ഈ താഴെയുള്ള ഐയെ മാറ്റാൻ നമ്മൾ നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, എന്ത് ചെയ്യും, 1/, അല്ലെ ഡിനോമിനേറ്ററിൽ ഒരു ഐയുടെ ടേം വന്നാൽ എന്ത് ചെയ്യണം, അതിന്റെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്യണം. ഈ ഐയുടെ കോൺജുഗേറ്റ് എന്താണ്, നമുക്കറിയാം 3 + 2iയുടെ കോൺജുഗേറ്റ് 3 - 2i എന്നുള്ളതാണ്. a + ib-യുടെ കോൺജുഗേറ്റ് a - ib എന്നുള്ളതാണ്. അപ്പൊ ഐയുടെ കോൺജുഗേറ്റ് ആരാണ്, -i ആയിരിക്കും. അപ്പൊ -i കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്തു. അപ്പൊ ഇനി ചെയ്യാലോ, ആൻസർ ആയിട്ട് ചെയ്യാം. -1 ഇൻറ്റു -i is i by i ഇൻറ്റു -i is -i സ്ക്വയർ. അപ്പൊ i by മൈനസ് ഇൻറ്റു -1 ഇൻറ്റു -1 ആക്കി എഴുതാം. -1 ഇൻറ്റു i സ്ക്വയറിന്റെ വാല്യൂ എത്ര, i സ്ക്വയർ ഈസ് -1 അല്ലെ. i by 1 that is equal to i. i is the answer. അപ്പം i raised to minus 39 എന്ന് പറയുന്നത് a plus ib ഫോമിൽ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് i വെച്ചിട്ടുള്ള മാത്രമേ കിട്ടിയുള്ളൂ. അപ്പം i raised to minus 39 is equal to 0 plus i അല്ലെ. ഐയെ നമ്മൾ 0 plus i എന്ന് എഴുതി, a plus ib ഫോമിൽ എഴുതി. അപ്പൊ ഇതുപോലുള്ള കുറെ ക്വസ്റ്റ്യൻസ് 1 മാർക്കിന് ഷുവർ ആയിട്ട് ചോദിക്കുന്നതാണ്. അപ്പൊ ഇതൊന്ന് കറക്റ്റ് ആക്കി പഠിച്ചു വെക്കുക. അതായത് ഏത് നമ്പർ ആണോ അവിടെ വരുന്നത് അതിന് 2 ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പഠിക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്രസ് ദ കോംപ്ലക്സ് നമ്പർ 3 into 7 plus 7i plus i into 7 plus 7i in the form a plus ib.
അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാനുള്ള വളരെ എളുപ്പമാണിത്. ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്താൽ മാത്രം മതി. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഐ ഇൻറ്റു ഐ എന്ന് പറഞ്ഞാൽ ഐ സ്ക്വയർ ആയിട്ട് എടുക്കണം, ഐ സ്ക്വയറിന്റെ വാല്യൂ കൊടുക്കണം, അത്രേ ഉള്ളൂ. ഐ സ്ക്വയറിന്റെ വാല്യൂ എത്രയാണ്? -1 കൊടുക്കണം, അത്രേ ഉള്ളൂ വ്യത്യാസം. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 3 × 7 + 7i പ്ലസ് ഐ ഇൻറ്റു 7 + 7i. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന നമ്പർ എന്ന് പറയുന്നത്. ആദ്യം എന്ത് ചെയ്യണം? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം അല്ലെ. 3 × 7 3 × 7i. 3 × 7 is 21 plus 3 × 7i is 21i plus I into 7 is 7i plus I into 7i is 7i square. നമുക്ക് എവിടെയാണ് ഐ സ്ക്വയറിന്റെ വാല്യൂ കൊടുക്കണം? 21 plus 21i plus 7i plus 7i square എന്ന് വെച്ചാൽ 7 into -1. അപ്പോൾ -7 വരും. 21 - 7 പ്ലസ് ഐ ഇൻറ്റു ഈ -7 നമുക്ക് ആദ്യം കൊണ്ടുവന്നതാണ്. 21 - 7 ഐ ഇൻറ്റു വാട്ട്? 21 + 7 എന്ന് ആഡ് ചെയ്തങ്ങ് എഴുതിയാൽ മതി. വിച്ച് ഇസ് ഈക്വൽ ടു 21 - 7 എത്രയാ? 14. 14 പ്ലസ് ഐ ഇൻറ്റു 28 ദാറ്റ് ഇസ് 28i. അപ്പം ആ ഒരു ഫോമിൽ നമ്മൾ a + ib എന്ന ഫോമിൽ എഴുതി 14 + 28i വിച്ച് റിയൽ പാർട്ട് ഇസ് 14 ആൻഡ് ഇമാജിനറി പാർട്ട് ഇസ് 28i. 6th question. Express the complex number 1/5 plus I into 2/5 minus 5 plus I by 5/2 in the form a plus ib. നമ്മൾ നേരത്തെ ചെയ്ത കണക്ക് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുന്ന കണക്ക് തന്നെയാണ് ഐ വെച്ചിട്ട് ആഡ് ചെയ്യുന്നതും മൾട്ടിപ്ലൈ ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ നമുക്ക് നോക്കാം. 1/5 ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം, ഓപ്പൺ ചെയ്യാം. 1/5 പ്ലസ് ഐ ഇൻറ്റു 2/5 ആ ബ്രാക്കറ്റ് അങ്ങ് മാറ്റി. പിന്നെ ഈ മൈനസ് വെച്ച് നമ്മൾ ഈ ബ്രാക്കറ്റ് ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് ഈ മൈനസ് വെച്ചിട്ട് രണ്ട് പാർട്ടിനെയും രണ്ട് നമ്പേഴ്സിനെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. -4 is -4 -I into 5/2 is -I5/2. ഇനി ആ റിയൽ പാർട്ടുകൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. 1/5 - 4 അതുപോലെ I എന്ന് പറയുന്നത് പ്ലസ് I ഇൻറ്റു എന്തൊക്കെ വരും? 2/5 - 5/2. ഇനി ഫ്രാക്ഷൻ ആഡ് ചെയ്യുന്ന കണക്ക് ദാറ്റ് ഈസ് 1. ഇവിടെ ഒരു 1 ഉണ്ട്, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 5 എഴുതി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 - 5 4s are 20 പ്ലസ് ഐ ഇൻറ്റു ഡിനോമിനേറ്റർ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 5 2s are 10. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 2 4 മൈനസ് 5 × 5 is 25. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്ര വരും? ഇറ്റ് ഈസ് ഈക്വൽ ടു -19/5 പ്ലസ് ഐ ഇൻറ്റു -21/10. അപ്പോൾ a + ib ഫോമുല എഴുതാം. a + ib ഫോമുല കിടക്കുന്നത് ഒന്നും കൂടി ഒന്ന് ക്ലിയർ ആക്കി എഴുതാം. ഒരു ബ്രാക്കറ്റ് കൊടുത്താൽ മതി. a + ib -19/5 ആണ് റിയൽ പാർട്ട്. അതുപോലെ ഇമാജിനറി പാർട്ട് എന്ന് പറഞ്ഞാൽ -21/10. അപ്പോൾ 7th ക്വസ്റ്റ്യൻ ഇതാണ്. ഈ ഒരു കോംപ്ലക്സ് നമ്പറിനെ നമ്മൾ a + ib എന്ന ഫോമിൽ എക്സ്പ്രസ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ബ്രാക്കറ്റ് ഒക്കെ ശ്രദ്ധിച്ചോണം. ഇവിടെ ഒരു വലിയ ബ്രാക്കറ്റ് കിടപ്പുണ്ട്. അപ്പോൾ അത് ആദ്യം നമുക്ക് അതിനകത്തുള്ളത് അങ്ങ് സോൾവ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിനകത്തുള്ള കാര്യങ്ങൾ എഴുതി വെക്കാം. ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ എഴുതിയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ എന്തായാലും വലിയ ബ്രാക്കറ്റ് കൊടുത്തു. ഈ ഒരു ഇപ്പം വരച്ച ബ്രാക്കറ്റിലെ അതങ്ങ് ഓപ്പൺ ചെയ്ത് എഴുതാം. 1/3 പ്ലസ് ഐ ഇൻറ്റു 7/3 പ്ലസ് ആയതുകൊണ്ട് പ്ലസ് 2 മൾട്ടിപ്ലൈ ചെയ്താലും അത് തന്നെ വരും. +4 പ്ലസ് ഐ ഇൻറ്റു 1/3. അപ്പം നമ്മൾ ആ കുഞ്ഞു ബ്രാക്കറ്റുകൾ രണ്ടും അങ്ങ് ഓപ്പൺ ചെയ്തു. -4/3 പ്ലസ് ഐ അത് ആ ബ്രാക്കറ്റിൽ ഇട്ടു. ഇനി ഈ വലിയ ബ്രാക്കറ്റിനകത്തുള്ള കാര്യങ്ങളൊന്ന് ആഡ് ചെയ്ത് എഴുതണം. 1/3യും റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ 1/3യും +4ഉം ആണ് അല്ലെ. പിന്നെ ഇമാജിനറി പാർട്ട് ഐ ഇൻറ്റു വാട്ട്? 7/3 പ്ലസ് I/3 മൈനസ് -4/3 പ്ലസ് ഐ which is equal to. അപ്പോൾ ഇത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ 3 വരും. ഇവിടെ 1 ഉണ്ടല്ലേ. 1 × 3 is 3 എഴുതി. 1 × 1 is 1 plus 4 3s are 12 plus I into common denominator ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. 7 + 1 8/3 മൈനസ് -4/3 പ്ലസ് ഐ. ഇനി നമുക്ക് രണ്ട് ബ്രാക്കറ്റ് ഉണ്ട്. രണ്ട് ബ്രാക്കറ്റ് അങ്ങ് ഓപ്പൺ ചെയ്യാം. ദാറ്റ് ഈസ് ഇവിടെ എന്ന് പറഞ്ഞാൽ 13/3 വരും. പ്ലസ് ഐ ഇൻറ്റു 8/3. ഈ മൈനസ് വെച്ച് രണ്ട് നമ്പേഴ്സിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. മൈനസ് പ്ലസ് +4/3 അതുപോലെ -i വരും.
ഓക്കെ, ഇനി റിയൽ പാർട്ട് അടുപ്പിച്ച് എഴുതാം. 13/3 പ്ലസ് 4/3 പ്ലസ് I ഇൻറ്റു 8/3 മൈനസ് 1 അല്ലെ, I നമ്മളങ്ങ് പുറത്തെടുത്തു. ഇനി സാധാരണ ഇവിടെ കോമൺ ഡിനോമിനേറ്റർ ആണ്, 3 ആണ്. 3 എഴുതി ജസ്റ്റ് ആഡ് ചെയ്ത് എഴുതാം. 17 പ്ലസ് I ഇൻറ്റു 3, 1 into 8 is 8 minus 1 into 3 is 3, which is equal to 7/3 plus I into 5/3. അപ്പോൾ റിയൽ പാർട്ട് എന്ന് പറയുന്നത് 7/3, ഇമാജിനറി പാർട്ട് is 5/3. വളരെ എളുപ്പമാണ്, ജസ്റ്റ് ഫ്രാക്ഷൻ ആഡ് ചെയ്യാൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത കുഞ്ഞു കുഞ്ഞു ബ്രാക്കറ്റുകളൊക്കെ ഓപ്പൺ ചെയ്തുകൊണ്ട് നമുക്ക് A+IB ഫോമിൽ എഴുതാം. 8th question. Express the complex number 1 minus I raised to 4 in the form A+IB. നമുക്ക് A minus B the whole square, A minus B the whole cube വരെയൊക്കെയുള്ള ഇക്വേഷൻസ് നമുക്കറിയാം. അപ്പോൾ A minus B the whole raised to 4 ഫോമാറ്റിലാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ഈ raised to 4ന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതും? പ്രശ്നമൊന്നുമില്ല, raised to 4ന്റെ ഇക്വേഷൻ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് ചാപ്റ്റർ നമുക്ക് ഇനി പഠിക്കാനുണ്ട്, ബൈനോമിയൽ തിയറം. അതിനെ raised to 4 എന്നല്ല, ഏത് വാല്യൂ വന്നാലും raised to n, ന്റെ ഏത് വാല്യൂ കൊടുത്താലും നമുക്ക് ഇക്വേഷൻ ആയിട്ട് എഴുതാൻ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇപ്പൊ അതൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഈ raised to 4നെ നമുക്ക് സ്ക്വയർ raised to സ്ക്വയർ എന്ന് എഴുതാം. അതായത് 1 മൈനസ് I raised to 4നെ 1 മൈനസ് I സ്ക്വയർ the whole raised to 2 ഇങ്ങനെ എഴുതാലോ. പവറിനെ എങ്ങനെ നമ്മൾ എഴുതുന്നത്? മൾട്ടിപ്ലൈ ചെയ്യും അല്ലെ. 2 into 2 4. ഇത് നേരത്തെ ചെയ്തിരുന്നു. I raised to 39നെയൊക്കെ സിംപ്ലിഫൈ ചെയ്തത് ഈ ഒരു റൂൾ വെച്ചിട്ടാണ്. പവറിന്റെ പവർ രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഇതിനെ raised to 4നെ ഇങ്ങനെ എഴുതാം. എന്നിട്ട് ഇതിനകം വലിയ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്നതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ അറിയാം അല്ലെ. A minus B the whole square, A square minus 2AB, 2 into 1 into I, 2I plus B square plus I square whole square is equal to 1 square 1 ആണ്, minus 2I അതുപോലെ എഴുതി, plus I square. plus I squareന്റെ വാല്യൂ എത്രയാ? -1 ആണ് അല്ലെ. പ്ലസ് I square നമുക്ക് അതങ്ങനല്ലേ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്ന തന്നെ. I square is equal to -1. അപ്പോ ഇതിന് ഇങ്ങനെ കിട്ടി, the whole square വന്നു. അതിന്റെ അകത്ത് 1 minus 1 0 ആയി പോയി. അകത്ത് ആര് മാത്രമായി? -2I മാത്രം. -2I the whole square. മൈനസ് ഇൻറ്റു സ്ക്വയർ പ്ലസ് ആണ്, +1 into 2 into square of 4 into I the square, I square is equal to -1, which is equal to answer is -4. 1 minus the whole raised to 4ന്റെ ആൻസർ -4 ആണ്. ഇൻ ദ ഫോം A+IB. A+IB ഫോമിലാണ് എഴുതാൻ പറഞ്ഞേക്കുന്നത്. ദാറ്റ് ഇസ് 1 minus I the whole raised to 4. അപ്പൊ A+IB ഫോമിൽ തന്നെ എഴുതണം. -4 plus 0I. ഐയുടെ ടേം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ 0 ചേർത്ത് എഴുതി. -4 plus 0I is the required answer. അടുത്ത ക്വസ്റ്റ്യൻ. എക്സ്പ്രസ് ദ കോംപ്ലക്സ് നമ്പർ 1/3 plus 3I the whole cube in the form A+IB. A+B the whole cubeന്റെ ഇക്വേഷൻ നമുക്കറിയാം. എങ്ങനെയാണ് A+B the whole cube? A+B the whole cube is equal to whole cube raised to 3 is equal to A cube plus 3A square B plus 3AB square plus B cube. ഇതാണ് ഇക്വേഷൻ. അപ്പൊ അതനുസരിച്ച് നമുക്ക് ഈ 1/3 plus 3I the whole cube എന്ന് എഴുതി നോക്കാം. 1/3 the whole cube plus 3 into 1/3 square B അല്ലെ. ബിയുടെ സ്ഥലത്ത് 3I plus 3AB സ്ക്വയറിനകത്തെ 3 into എക്ക് പകരം 1/3, B സ്ക്വയറിന് പകരം 3I സ്ക്വയർ plus B ക്യൂബ് 3I the whole cube. ഇതെല്ലാം കൂടി ഒന്ന് എക്സ്പാൻഡ് ചെയ്തോ. 1/27 അല്ലെ. 1/3 the whole cube എന്ന് പറഞ്ഞാൽ 1 cube by 3 cube. 1 cube is 1, 3 cube is 27 plus 3 into 1/9 into 3I. 1/3 സ്ക്വയർ 1/9 എന്ന് എഴുതി. plus 3 into 1/3 into 3I square, that is 9I square plus 3I cube. 3 cube is 27. I cube എത്രയാണ്? I cube നമുക്ക് നോക്കാം എത്രയാണ് I cube. ഇനി ക്യാൻസൽ ചെയ്യാനുള്ളതൊക്കെ ഒന്ന് ക്യാൻസൽ ചെയ്ത് എഴുതാം. 1/27 പ്ലസ് ഈ 3യും 9 ആണ്. I 9 ആയിട്ടങ്ങ് വെട്ടിപ്പോവും അല്ലെ. പ്ലസ് I മാത്രമാകും ഇവിടെ. പ്ലസ് ഈ 3യും ക്യാൻസൽ ചെയ്ത് പോവും. 9I സ്ക്വയർ. I സ്ക്വയർ എന്താ? -1 ആണ്. അപ്പൊ മൈനസ് ഈ 3 ക്യാൻസൽ ചെയ്ത് പോയി. -9
9 into I square ആണ്, that is minus 9. Plus 27 I cube plus 27 into ഇതിനെ നമുക്ക് I square into I എന്ന് എഴുതാം. I സ്ക്വയറിനെ അറിയത്തുള്ളൂ ആകെ, അതുകൊണ്ടാണ് I സ്ക്വയറിനെ മാറ്റിയത്. I സ്ക്വയർ ഇൻറ്റു I എന്ന് എഴുതാം, അല്ലെ? I ക്യൂബിനെ അങ്ങനെ എഴുതാം. അപ്പൊ I സ്ക്വയറിന് പകരം എന്ത് കൊടുക്കാം? -1 കൊടുക്കാം. അപ്പൊ ഇതെന്താവും മാറും? അടുത്ത സ്റ്റെപ്പിലോട്ട് അത് എഴുതാം. 1/27 പ്ലസ് I മൈനസ് 9. ഇവിടെ -27I വരും. ഈ I സ്ക്വയറിന് പകരം നമ്മൾ -1 കൊടുത്തു, അപ്പൊ -27I വന്നു. ഇനി റിയൽ പാർട്ട് എല്ലാം കൂടി ഒരുമിച്ച് എഴുതാം. 1/27 മൈനസ് 9 പ്ലസ് I മൈനസ് 27I, ദാറ്റ് ഇസ് -26I. ഇനി ഈ ഫ്രാക്ഷൻ ആയ റിയൽ പാർട്ടിന്റെ ഫ്രാക്ഷനും കൂടി ഒന്ന് ആഡ് ചെയ്ത് എഴുതിയാൽ നമ്മുടെ ആൻസർ ആയി. ഇവിടെ ഒരു 1 ഉണ്ട്, ദാറ്റ് ഇസ് കോമൺ ഡിനോമിനേറ്റർ 27. 1 മൈനസ് 9 into 27, that is 243. 243 minus 26I. So answer is minus 242 divided by 27 minus 26I. ഇതാണ് A plus IB ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റിയത്. 11th question. Find the multiplicative inverse of 4 minus 3I. എന്താണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? ഇസഡ് എന്ന് പറയുന്ന മൾട്ടിപ്ലിക്കേഷൻ, ഇസഡ് എന്ന കോംപ്ലക്സ് നമ്പേഴ്സിന് കുറെ മൾട്ടിപ്ലിക്കേറ്റീവ് പ്രോപ്പർട്ടീസ് ഉണ്ടായിരുന്നു. അതിനകത്ത് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എന്താണെന്ന് പഠിച്ചു, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്താണെന്ന് പഠിച്ചു. ഒരു ഇസഡിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്താണ്? 1/z ആണ്. അപ്പം 4 minus 3iയുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്താണ്? 1/4 minus 3i. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം. Multiplicative inverse of 4 minus 3i is equal to 1/4 minus 3i. അപ്പോൾ ഈ നമുക്ക് പറഞ്ഞു ഡിനോമിനേറ്ററിൽ I വരുമ്പോൾ അതിനെ ഒന്ന് ഒഴിവാക്കാൻ പറ്റിയ മാർഗം 1/4 minus 3i ഇൻറ്റു എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞു? താഴെയും മുകളിലും അതിന്റെ കോൺജുഗേറ്റ് കൊണ്ട്, അതായത് 4 minus 3യുടെ കോൺജുഗേറ്റ് ആണ് 4 plus 3i. റിയൽ പാർട്ടിന് മാറ്റമൊന്നുമില്ല, ഇമാജിനറി പാർട്ടിൽ ഓപ്പോസിറ്റ് സൈൻ വരും. അപ്പോൾ 4 plus 3i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്യണം. അതായത് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത എഫക്റ്റ് ആണ്, പക്ഷേ ഈ I അങ്ങ് പോകും. അപ്പോൾ 1 into 4 plus 3i ന്യൂമറേറ്ററിൽ, ദാറ്റ് ഇസ് 4 plus 3i ഡിവൈഡഡ് ബൈ 4 minus 3i into 4 plus 3i, which is equal to 4 plus 3i divided by the a minus b into a plus b form ആണ്. a square minus b square, that is 4 square minus 3i square, which is equal to 4 plus 3i by 16 minus 9i square. അപ്പം I സ്ക്വയറിന്റെ വാല്യൂ -1 ആണ്. ആ മൈനസും ഈ മൈനസോട് ചേർത്ത് പ്ലസ് ആകും. ദാറ്റ് ഈസ് 4 plus 3i by 16 plus 9 വരും, which is equal to 4 plus 3i by 25. നമുക്കിനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതണം. ദാറ്റ് ഈസ് 4/25 plus I into 3/25. Which is it is the multiplicative inverse of 4 minus 3i. അതേപോലത്തെ ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് √5 plus 3i. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് √5 plus 3i is equal to 1/√5 plus 3i. അപ്പൊ അതിനെ എന്ത് ചെയ്യണം? അതിനെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് √5 minus 3i, മുകളിൽ √5 minus 3i. അപ്പൊ മുകളിൽ വരുന്നത് √5 minus 3i ഡിവൈഡഡ് ബൈ a സ്ക്വയർ minus b സ്ക്വയർ, അതായത് √5ന്റെ സ്ക്വയർ മൈനസ് 3iയുടെ സ്ക്വയർ, which is equal to √5 minus 3i divided by √5ന്റെ സ്ക്വയർ 5 ആണ് അല്ലെ, മൈനസ് 3iയുടെ സ്ക്വയർ, അതായത് 9i സ്ക്വയർ. 9i സ്ക്വയർ വെച്ചാൽ -9 ആണ്, that is +9. √5 minus 3i by 14. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? √5 by 14 minus I into 3 by 14. It is the multiplicative inverse of √5 plus 3i. അപ്പൊ നമുക്ക് ഇന്ന് വേണമെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ക്ലിയർ ആയിട്ട്, അതായത് a plus ib ഫോമിലൊക്കെ എഴുതാൻ പറയുമ്പം ഇങ്ങനെയാണ് എഴുതേണ്ടത്. എയുടെ സ്ഥലത്ത് √5/14 പ്ലസ് I into ബിയുടെ സ്ഥലത്ത് ഈ മൈനസ് അങ്ങോട്ട് കയറ്റി എഴുതാം, അതായത് മൈനസ് ഇങ്ങോട്ട് മാറ്റി എഴുതാം. ഇവിടെ പ്ലസ് a plus ib ഇതാ ഫോമിൽ തന്നെ എഴുതാം. a plus ib
ആ ഫോമിലാണ് എഴുതാൻ പറഞ്ഞെങ്കിൽ എയുടെ സ്ഥലത്ത് ആ റിയൽ പാർട്ട് √5/14 പ്ലസ് ഐ ഇൻറ്റു ബിയുടെ സ്ഥലത്തോട്ട് ആ നെഗറ്റീവിനെ മാറ്റി -3/14. നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ടുള്ള ആൻസർ ഇതാണ്. 13th question. Find the multiplicative inverse of -i. ഇത് നേരത്തെ ചെയ്ത കണക്ക് എന്ത് കിട്ടിയാൽ അതിന്റെ റെസിപ്രോക്കൽ ആണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് അല്ലെ. അപ്പൊ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു 1/-i. അപ്പൊ -1/i, ആ മൈനസ് നമുക്ക് മുകളിലോട്ടും താഴോട്ടും ഒക്കെ കൊടുക്കാം. -1/i. ഇനി എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? കോൺജുഗേറ്റ് കൊണ്ട്. ഐയുടെ കോൺജുഗേറ്റ് ആരാണ്? a+ib-യുടെ കോൺജുഗേറ്റ് a+a-ib ആണ്. അപ്പൊ ഐയുടെ കോൺജുഗേറ്റോ എ ഇല്ലാതെ ib-യുടെ കോൺജുഗേറ്റ് -ib ആണ്. അപ്പൊ ഐയുടെ കോൺജുഗേറ്റ് -i ആയിരിക്കും. -i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്യണം. മുകളിൽ എന്ത് വരും? +i അല്ലെ. -1 into -i, that is +i, that is താഴെ -i². i/ ഈ മൈനസിനോടെ കിടന്നോട്ടെ, -1 എന്ന് കൊടുക്കാം, ഇൻറ്റു i²ന്റെ വാല്യൂ എന്താ? i²ന്റെ വാല്യൂ മാത്രം -1. ഓക്കെ, i/-1 into -1 is 1, that is equal to i. അപ്പം -iയുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് i ആണെന്ന് പറയാം. എക്സസൈസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 14th one. Express the following expressions in the form a+ib. ഇപ്പോൾ ഒരു എക്സ്പ്രഷൻ ഇതുപോലെ ഒരെണ്ണം തന്നിട്ട് a+ib ഫോമിലോട്ട് മാറ്റാൻ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല, അത് കാണുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുമെങ്കിലും ഇതിനകത്ത് ഒരു പ്രശ്നവുമില്ല, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. a+b into a-b ഫോമാറ്റിലാണ് ആ ന്യൂമറേറ്ററിൽ കിടക്കുന്നത് അല്ലേ. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ എടുത്തെഴുതുക, എന്നിട്ട് അതിനെ നമുക്ക് a+b into a-b ഫോം ആയതുകൊണ്ട് a² - b² ആയിട്ട് എഴുതാം. ദാറ്റ് ഈസ് 3² - i√5 the whole square. ആ മുകളിലത്തെ കാര്യം കഴിഞ്ഞു. a² - b² ഡിവൈഡഡ് ബൈ ഇവിടെ എന്ന് പറയുന്നത് മൾട്ടിപ്ലൈ അല്ല, ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട്. അപ്പൊ ഈ രണ്ട് ബ്രാക്കറ്റ് നമുക്കൊന്ന് മാറ്റി എഴുതാം. √3 + √2i അത് അതുപോലെ എഴുതുക. ആ ബ്രാക്കറ്റ് അങ്ങ് മാറ്റി കൊടുത്തു. ഇനി ഈ ബ്രാക്കറ്റ് മാറ്റണമെങ്കിൽ ഈ മൈനസ് വെച്ച് രണ്ടുപേരെയും എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. -√3 അതുപോലെ - ഇൻറ്റു -i√2 ഇസ് +i√2. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് കാര്യം. ഇനി അടുത്ത സ്റ്റെപ്പിലോട്ട് വരാം. 3² is 9 minus i² into √5², that is 5i². 5i² divided by ഇവിടെ താഴത്തെ കാര്യം ഈ √3 അങ്ങ് പോകും അല്ലെ. √3 - √3 അങ്ങ് പോകും. ഉള്ളത് √2i ഉണ്ട്, i√2 ഇത് രണ്ടും ഒന്ന് തന്നെ. അപ്പൊ രണ്ടെണ്ണം ഉണ്ട്, അത് 2√2i. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇത് എന്താ വന്നത്? 9 - 5i², that is 9. ഈ i²ന്റെ വാല്യൂ എത്രയാണ്? -1 ആണ്. അപ്പൊ ഇവിടെ -1 കൊടുക്കുമ്പോൾ -5 into -1, that is +5. +5/2√2i. that is 14/2√2i. നമുക്ക് 14/2 എഴുതാം. 7/√2i. ഇനി എന്ത് ചെയ്യണം? താഴെ i വന്നു. താഴെ i വന്നാൽ നമുക്ക് ചെയ്യേണ്ടത് കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. √2i ആണ് ഡിനോമിനേറ്ററിലുള്ളത്. √2iയുടെ കോൺജുഗേറ്റ് ആരാണ്? -√2i. that is -√2i വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യണം. അതിപ്പോ നമുക്ക് എന്താ ഒരു ആൻസർ? -7√2i ഡിവൈഡഡ് ബൈ √2 into √2. ഒരു മൈനസ് ഉണ്ട്. -√2 into √2 is what? 2i². Okay, that is -7√2i. -7√2i divided by -2 into i² വാല്യൂ -1. ആൻസർ വന്നത് ഒരു മൈനസ് നമുക്ക് ക്യാൻസൽ ചെയ്യാം അല്ലെ. ഈ ഒരു മൈനസും ക്യാൻസൽ ചെയ്യാം അല്ലെ. വേണ്ട, അതങ്ങനെ തന്നെ എഴുതാം. ഈ മൈനസ് ക്യാൻസൽ ചെയ്യാൻ പോകണ്ട, അല്ലാതെ തന്നെ കൺഫ്യൂഷൻ ആക്കണ്ട. -7√2i മുകളിലുണ്ട്, താഴെ ഉള്ളത് -2 into -1 is 2. ഓക്കെ, അപ്പൊ ഇതാണ് -7/2 അല്ലെങ്കിൽ 7√2/2 into i. ഇതിനെ a+ib ഫോമിൽ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. a+ib ഫോമിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതും? റിയൽ പാർട്ട് ഇല്ല, അപ്പൊ 0 കൊടുക്കാം. റിയൽ പാർട്ടിന് പകരം a+i into -7√2/2 ആണ് a+ib ഫോമിൽ നമുക്ക് എഴുതാൻ സാധിച്ചത്.